അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായി. അതായത് ആഷീൻ്റെ ഒരു ആഷി അറിയാമല്ലോ, അറിയാത്ത ആരും ഉണ്ടാവില്ല. ആഷീൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പിന്നെ അതിൽ ആഷി പറയുന്ന ജാസി അടിച്ചതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ കപ്പിൾസിനെ. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു ജാസിനെ കൊണ്ട്, പിന്നെ ആഷി എങ്ങനെയോ പെട്ടുപോയതാണെന്നും പറയുന്നത്. എനിക്ക് ആ കപ്പിൾസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ജാസിനും ആഷിനും. പിന്നെ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഓരോരുത്തർ വിചാരിക്കുക ഇവൾക്കൊന്ന് പ്രാന്താണോ, അങ്ങനെ വിചാരിക്കുന്ന ആളും ഉണ്ടാവും. എന്നിട്ട് അതിന് മുമ്പ് ആ വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ വേറൊരാൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരാൾ ഇങ്ങനെ ആ വീഡിയോ വെച്ചിട്ട് ഞാൻ കണ്ടത്. അതായത് ജാസി വാട്സപ്പിൽ ഒരു ഉസ്താദിനോട് ചോദിക്കുന്നത് ഇങ്ങനെ, അവന് പോവാനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താ എനിക്ക് എന്നും ഞാനുമായിട്ട് അകലാൻ എന്താണ് ഉസ്താദെ, ഒന്ന് കണക്ക് വെച്ച് നോക്കിയിട്ട് പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന വോയിസ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ആ വോയിസ് കേട്ടിട്ട് ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്നലെ നടന്നിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ആ വോയിസ് അടിച്ച് എന്താ പറയുക പറയാനുള്ളത്, നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ വോയിസൊക്കെ ഇപ്പോൾ പേഴ്സണലായിട്ട് ഓരോരുത്തർക്ക് അയക്കുന്നില്ല. നമ്മളെ എന്തെങ്കിലും ഫാമിലി കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളും കുടുംബകാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അതൊക്കെ ലീക്കാകുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മറ്റൊരാൾ, അതായത് നമ്മൾ ശത്രുക്കളായ ഒരാളുടെ കയ്യിലേക്ക് അത് എത്തുകയെന്ന് പറയുമ്പോൾ ഒരവസ്ഥ ഓർത്ത് നിങ്ങൾ. എന്തെല്ലാം വോയിസാണ് അതിൻ്റെ അകത്ത് ജാസി ചോദിക്കുന്നതും ആ മോലാർ ജാസീനെ എല്ലാവരും പറഞ്ഞ് ജാസി ഇപ്പോൾ ഒരു വിഷയമായി. പക്ഷെ ആ മോലാർ വോയിസും കൂടെ ഇത് കേൾക്കുക എന്ന് പറയുമ്പോൾ അത് എന്തോ ഓരോരോ വിഷമം ഉണ്ടാക്കുന്നു കേട്ടോ. മോലാർ വോയിസ് കേൾക്കുക പറയുമ്പോൾ എന്താ ആഷീൻ്റെ ഒരു വീഡിയോ കണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നത്. ഇന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട്. എന്താണെന്ന് വെച്ചാൽ ആഷീൻ്റെ കഴുത്തിന് ഇങ്ങനെ കടിച്ചതാപോലും, കടിച്ച പാട്, നെറ്റയിൽ മാന്തിയത്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഓൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു കാര്യത്തിൽ ഓൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ ഓൻ പറയുന്നുണ്ട്, നമ്മൾ രണ്ടാളെയുള്ള പല വീഡിയോസ് ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് മറുപടി പറയാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി തന്നെയാണ്. അവൻ്റെ എല്ലാ വീഡിയോ അവരെ രണ്ടാളും എല്ലാ വീഡിയോ എടുത്ത് വയ്ക്കാനും മനസ്സിലാവും. ജാസി നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മളെ ലൈഫ് നമ്മളങ്ങനെ ആക്കി, നമ്മളിങ്ങനെ ആക്കി, നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് അതായതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവൻ ഈ ആശയൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, ചോദിക്കുന്നതിന് മാത്രം, അതും കുറച്ച് ചെറിയ രീതിയിൽ മാത്രം മറുപടി പറയാം, വലുതായിട്ടൊന്നും മറുപടി പറയുന്നില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് അറിയാമോ, ഇവർ തമ്മിലെടുത്ത ഈ തീരുമാനം വളരെയേറെ തെറ്റാണ്. എന്താ വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജാസിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ആഷിയറോട് പക്ക ഒരാളാണ്. അപ്പോൾ ഒരിക്കലൊരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ കൊണ്ടുപോകേണ്ട സ്ഥിതിക്ക് ബന്ധുക്കളും കുടുംബക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ, ഇത് വേണ്ടെന്ന്. ഒരിക്കലും പെൺകുട്ടിയായിട്ടുള്ള റിലേഷന് ആഷിക്ക് പോകാൻ കഴിയുള്ളൂ. ഇനി എന്ത് ഉസ്താദ് വന്നാലും ശരി. കാരണം പറയണേ, ആ ഒരു സമയത്ത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഈ വിഷയം നടന്നിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു റിലേഷനിൽ ഇവർ പെട്ടിട്ടുണ്ടാവുക വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതായിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രോളിയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വെറുതെ പറയുന്നതായിരിക്കും, അങ്ങനെയൊന്നും ഇല്ലാത്തതായിരിക്കും, ആളുകൾ ഇങ്ങനെ ഓരോ കണ്ടന്റിന് വേണ്ടി എടുക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ എല്ലാം സത്യാവസ്ഥ തന്നെയാണ്, അത് സംഭവം സത്യം തന്നെയാണ്. കേട്ടപ്പോൾ ഒരു ചെറിയൊരു സങ്കടം. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആശ്വരാണല്ലോ, അവനക്ക് ലൈഫ് കുടുംബം എല്ലാം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതി എന്തായാലും ഒരിക്കലാണ് മനസ്സിലാക്കി വരും. ഞാൻ മുമ്പെടുത്ത തീരുമാനം തെറ്റിയിരുന്നു, ഇനിയിപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ പോകണം, എനിക്ക് ലൈഫ് വേണം.
എൻ്റെ ഉമ്മ ഉപ്പ അവർ പറയുന്നത് കേൾക്കണം. അത് മാത്രമല്ല കേട്ടോ, ഉസ്താദ് കണക്ക് വെച്ച് നോക്ക്. ജാസി പറയുമ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ പേരും അറിയാം. ഞാൻ ഇങ്ങനെ റബ്ബേ, ഇതൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലല്ലേ പെടുന്നത്. ഇപ്പോൾ ആശീനും ഉമ്മയാണ്, അവരും ആ വോയിസ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും അല്ലേ. അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ ഒരു വിചാരിക്കില്ലേ, അവരൊക്കെ പേരല്ലേ ഈ പറയുന്നത്, എത്ര നാണക്കേട്. എന്തല്ലേ ചെയ്യുക മക്കളെ, ഒരു രഹസ്യം നമ്മൾ ഫോണിലൂടെ പറയാൻ നിൽക്കണം, എല്ലാം പുറത്താണ്. വാട്സപ്പായാലും ശരി, ഇനി നമ്മളെ ഫോൺ ഓരോരുത്തർ പറഞ്ഞാൽ എൻ്റെ ഫോണ് എനിക്ക് ആ ലോക്കുണ്ട്, ഈ ലോക്കുണ്ട്, എനിക്ക് ഫിംഗർ ലോക്കുണ്ട്, പിന്നെ അത് ലോക്ക്, ഇത് ലോക്ക്, ആർക്കും തുറക്കാൻ കഴിയില്ല, എനിക്കേ അത് തുറക്കാൻ കഴിയും. പക്ഷെ അതിലൂടെ അയക്കുന്ന എല്ലാ സാധനവും ലീക്കുക മക്കളെ. സൂക്ഷിച്ച് കൊണ്ട് മൊബൈൽ കളിക്കുമ്പോൾ ആൾക്കാർ കളിച്ചോളൂ.